ഇംഗ്ലീഷ് ഗുളിക കുടിച്ചുകൊണ്ട് നടക്കരുത്. ഇംഗ്ലീഷ് ഗുളിക നമ്മളെ ക്ഷയിപ്പിച്ചു. ഇംഗ്ലീഷ് ഗുളികയുടെയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും വ്യാപനത്തിന് വേണ്ടിയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ 1-2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത്. ഇത് രണ്ടും 20-ാം നൂറ്റാണ്ടിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താ? ചതി. എന്ത് ചതി? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതോടുകൂടെ നമ്മുടെ സിസ്റ്റം തകർന്നു. നമ്മുടെ സിസ്റ്റത്തിൽ എന്തായിരുന്നു? മൊറാലിറ്റി എന്നൊരു വാക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലില്ല. കാരണം ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പറഞ്ഞത് കുരങ്ങിൽ നിന്നാണ്. അതിനെന്ത് മൊറാലിറ്റിയാണ്? അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ മൊറാലിറ്റി ഇല്ല. ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ മൊറാലിറ്റി അല്ലാതെ മറ്റൊന്നുമില്ല. അത് പഴയകാല ക്രൈസ്തവ പള്ളിക്കൂടങ്ങളാണെങ്കിലും, പഴയ കാലത്തെ ഹൈന്ദവ ഗുരുകുലങ്ങളാണെങ്കിലും, പഴയ കാലത്തെ മുസ്ലിം എന്താ പറയുക ഒത്തുപള്ളികളാണെങ്കിലും, അതൊക്കെ മോറൽ സൈഡിലാണ് ആളുകളോട് സംസാരിച്ചത്. വെറും മോറൽ സൈഡാണ്. ധർമ്മം, അന്യൻ്റെ മുതലെടുക്കരുത് എന്ന്. അന്യൻ്റെ മുതലെടുക്കരുത് ഇംഗ്ലീഷുകാർ പറയില്ല. കാരണം അന്യൻ്റെ മുതലെടുത്ത് മാത്രം ജീവിക്കുന്ന ഒരു ജനതയാണ്. ഇപ്പോഴും അവരുടെ പണി എന്താ? കക്ക. ലോകത്ത് മോഷണത്തിന് വേണ്ടി മാത്രം ഉണ്ടായ ജനതയാണ് യൂറോപ്പുകാർ. അവർ മോഷണത്തിൽ മാത്രം ജീവിച്ചു. ഇപ്പോഴും അവർ പണി എന്താ? ഏഷ്യൻ രാജ്യങ്ങളിൽ കക്ക. ഏഷ്യക്കാരെ കൊന്നിട്ട് കട്ടുകൊണ്ട് പോവുക. എല്ലാം കണ്ടതൊക്കെ കക്കാൻ. എണ്ണ മാത്രമൊന്നുമില്ല, എല്ലാം കക്കുക.